ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളും ഒരേ സമയത്ത് ധർണ നടത്തുകയും എല്ലാ താലൂക്കുകളിലും ധർണ നടത്തുകയും കടലിൽ ഒരു ദിവസം നിരാഹാരം കടലിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ആളുകൾ നിരാഹാരം അനുഷ്ഠിക്കാൻ തയ്യാറാവുകയും അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പദയാത്ര നടത്തുവാനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയമപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത്. ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സിമ്പതി കൈപ്പറ്റുന്നതിനോ ഇവിടുത്തെ വർഗീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ CPM-ഉം കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ മുനമ്പത്ത് പ്രദേശവാസികളുടെ കൂടെയാണെന്നാണ്. വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായിട്ടുള്ള സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും. വഖഫ് ഭൂമിയല്ല എന്നുള്ള നിങ്ങളുടെ മുനമ്പത്തെ നിലപാട് വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ കൈ ഉയർത്തണമെന്ന്. മുനമ്പത്തെ 600 കുടുംബങ്ങൾ നിയമത്തിനും നീതിക്കുമിടയിലെ സങ്കീർണതയിൽപ്പെട്ടുടരാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 157 ദിവസം. കടലിനോട് മല്ലിട്ട് അന്നന്നത്തെ അന്നത്തിന് പാടുപെടുന്നവർ കടൽ പിണങ്ങുന്ന കാലങ്ങളിൽ പണയം വെച്ചിരുന്ന ഭൂമിയാണിത്. അപ്പനപ്പൂപ്പന്മാരായി വാങ്ങിയ 4-5 സെന്റ് ഭൂമി മക്കളുടെ വിവാഹത്തിനായി റിസോർട്ടുകാർക്ക് വിറ്റവരുണ്ട്. കരമടച്ചു കഴിഞ്ഞിരുന്ന ഭൂമിയിൽ രാത്രി വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയവരായിരുന്നു ഇവർ 2018 വരെ. പെട്ടെന്നൊരു ദിവസം ഇത് വഖഫ് ഭൂമി എന്ന വാദമുയരുന്നു. കരഞ്ഞും പറഞ്ഞും നാളുകൾ കഴിഞ്ഞു. സമരഭൂമിയിൽ ആരെങ്കിലും പിന്തുണ നൽകുമോ എന്ന വഴിക്കണ്ണെറിഞ്ഞു നിൽക്കുന്നവരാണ്. പിന്തുണയുമായി വന്നവരിൽ പല ലക്ഷ്യങ്ങളുമുള്ളവരുണ്ട്. കരയിൽ അതിരിടാതെ കഴിഞ്ഞവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുതലെടുപ്പുകാർ കാസിയും സംഘപരിവാറുമായി നിറഞ്ഞാടുന്നുണ്ട്. സങ്കീർണ നിയമപ്രശ്നങ്ങളിൽ ഫാറൂഖ് കോളേജ് ഒരു വശത്തും മറുവശത്ത് വഖഫ് ബോർഡുമാണ്. മാനുഷിക പരിഹാരത്തിന് ശ്രമിക്കാതെ സർക്കാർ നിയമിച്ച കമ്മീഷനെയും കോടതി റദ്ദാക്കിയിരിക്കുന്നു. കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയം എന്നാണ് സമരമിരിക്കുന്നവർ പറയുന്നത്. സമരക്കാർ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വഖഫ് സംരക്ഷണ സമിതിയും. മുനമ്പം മുൾമുനയിലോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും ജിജി ജോസഫ് ബെന്നി, മുനമ്പം സമരസമിതി നേതാവ് എന്നിവരാണ്. ആദ്യം ഞാൻ ജോസഫ് ബെന്നിയിലേക്കാണ് പോകുന്നത്. ശ്രീ ജോസഫ് ബെന്നി, ഇന്നലെ കോടതിയിൽ നടന്ന കാര്യങ്ങൾ അറിയാം. ഇന്നിപ്പോൾ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതികരണവും വരികയാണ്. എന്താണ് ഇനി സമരസമിതിയുടെ പരിപാടി? ഞങ്ങൾക്ക് ഇത്രയും നാളും പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇപ്രകാരത്തിലുള്ള വഖഫ് സംരക്ഷണ വേദി അതിനെതിരെ കോടതിയിൽ കേസുമായി വന്നത്. പക്ഷേ വളരെ നിസ്സാരമായി അത് മാറ്റപ്പെടും. ഗവൺമെൻറ് ശക്തമായി അതിൻ്റെ ഇടപെട്ട് ഞങ്ങൾക്ക് ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ഒരു പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ പോകാം, അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുമായിട്ട് സുപ്രീം കോടതിയിൽ പോകാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യമാണത്. കാരണം OS നമ്പർ 53/67 71 ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത് ഇവിടെ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ്. നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ ഭൂമി ഒരു കാരണവശാലും ഫറൂഖ് കോളേജിന് കിട്ടുകയില്ല, പൊസഷൻ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 67 തുടങ്ങിയ കേസ് 69 നീണ്ടു വന്നപ്പോൾ പൊസഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കോളേജിൻ്റെ നടത്തിപ്പുകാരനായ കോടതി വ്യവഹാരനായ മണ്ണത്തുമണ്ണിൽ കലഞ്ചൻ എന്ന് പറയുന്ന ആള് ഇത് ഫറൂഖ് കോളേജിന് വഖഫായി കിട്ടിയതാണ്, അതുകൊണ്ട് പൊസഷൻ ആവശ്യമില്ല എന്ന ഒരു സത്യവാങ്മൂലം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊസഷൻ ഇല്ലെങ്കിലും ഇത് ഡോക്യുമെൻ്റ് പ്രകാരം ഇത് ഫറൂഖ് കോളേജിൻ്റേതാണ് എന്ന് കോടതി വിധിയുണ്ടായത്. അതിനുശേഷം 75 പോയി. 75 പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകുമ്പോൾ ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ വാദം നടത്തിയിരുന്നു. അതിൽ ഒരു വാക്ക് പോലും വഖഫ് എന്നില്ല.
ഏകദേശം 7-8 പ്രാവശ്യത്തോളം അതിൽ ഗിഫ്റ്റാണ്. ഇതിൻ്റെ ഫുൾ പവർ ഉള്ളത്, ഇതിൻ്റെ അധികാരമുള്ളത് ഫറൂഖ് കോളേജിനാണെന്ന് കോടതിയുടെ പല വിധി സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ അധികാരം ഫറൂഖ് കോളേജിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് വഖഫല്ല. അതിനി വഖഫാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ട്രിബ്യൂണൽ കേസ് നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം 76 IA പെറ്റീഷൻ വീണ്ടും ഫറൂഖ് കോളേജ് കൊടുക്കുന്നുണ്ട്. കാരണം 176 കുടുംബങ്ങൾ അവിടെ താമസക്കാരുണ്ട്. ആ താമസക്കാരെയും ഒഴിപ്പിക്കണം. അതിനു മുൻപ് 75 വരെയും 67 തുടങ്ങിയ കേസ് 75 വരെയും 14 വീട്ടുകാരെ മാത്രമാണെങ്കിൽ 76 വന്നപ്പോൾ ഈ 176 കുടുംബങ്ങളെയും ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് 12 വർഷം കേസ് നടത്തി. 1987 അതിൻ്റെ വിധി വന്നു. ആ വിധിയിലും ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്നാണ് വിധി ന്യായത്തിൽ ഫറൂർ സബ് കോടതി പ്രിൻസിപ്പൽ ജഡ്ജി വിധിച്ചത്. ഇവിടെ ആ സമയത്ത് ഫറൂഖ് കോളേജ് കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു. അവിടെയുള്ള ആളുകൾ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്. കോടതി അതിന് അനുവാദം കൊടുക്കുന്നു. കോടതി പറഞ്ഞു നോ ഒബ്ജക്ഷൻ. അതിലെഴുതിയിരിക്കുന്ന വാക്കിതാണ്, എൻ്റെ കൈവശിപ്പിരിപ്പുണ്ട്, നോ ഒബ്ജക്ഷൻ. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർക്ക് അവിടുത്തെ താമസക്കാരായ ആളുകൾക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുകയും ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. ഇതും ഈ കോടതിയിൽ നിന്നുണ്ടായ വിധിയാണ്. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടുത്തെ താമസക്കാർ ഉയർന്ന വില കൊടുത്ത് കോളേജിൽ നിന്നും ഫറൂഖ് കോളേജിൽ നിന്നും ഭൂമി വാങ്ങുന്നത്. അങ്ങനെ ഫറൂഖ് കോളേജ് റെസല്യൂഷൻ പാസ്സാക്കി അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ട്രസ്റ്റി ചെയർമാനായ ഹസൻകുട്ടി സാഹിബിനെ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ കേരള സർക്കാരിൻ്റെ രജിസ്ട്രി വിഭാഗം രജിസ്റ്റർ ചെയ്തു തന്ന മുദ്ര പേപ്പറിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ വാങ്ങി, കരമടച്ചു, പോക്കുവരവ് നടത്തി, തണ്ടപ്പേര് പിടിച്ചു, സകലവിധ അവകാശങ്ങളും നടത്തുന്നു. ഇതിനിടയിൽ 2008 കമ്മീഷൻ വരുന്നു. 2019 അവർ എഴുതിയെടുക്കുന്നു. പക്ഷേ റവന്യൂ വകുപ്പ് 1987 സബ് കോടതി വിധിയെ അറിഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല, ഒരു രീതിയിലും അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചത്. അങ്ങനെ ഈ 71 അങ്ങനെ ഒരു വിധി, ഇത് ഫറൂഖ് വഖഫ് തന്നെയാണെന്നുള്ള വിധിയുണ്ടെങ്കിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം പ്രിൻസിപ്പൽ ജഡ്ജി എങ്ങനെ നിങ്ങൾ വിൽക്കാനായിട്ട് അനുവാദം കൊടുക്കും? ശരി, ശ്രീ ജോസഫിനി, സങ്കീർണമായ വ്യവഹാരങ്ങളിലൂടെ പല ഘട്ടങ്ങളിലായി പോയിട്ടുള്ള കാര്യമാണ്. ഓരോ വർഷങ്ങളിലും നിങ്ങൾക്ക് പലതും ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ. കമ്മീഷനുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കാൻ റവന്യൂ വകുപ്പ് നിയമോപദേശം തേടിയിട്ടില്ല. അത് നിയമോപദേശം തേടിയിരുന്നെങ്കിൽ ഇതുമാതിരി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഒറ്റയടിക്ക് നിലക്കില്ലായിരുന്നു. വീണ്ടും പ്രത്യേകിച്ചുള്ളൊരു കാര്യം, ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് തരണം, അതേപോലെ സ്ഥലം അളക്കണം, അതിരുകൾ കണ്ടെത്തണം. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് നിരുത്തരവാദപരമായി പെരുമാറിയതിന്റെ ബലിയാടുകളാണ് ഞങ്ങൾ. ഇവിടെ അടിസ്ഥാന പ്രശ്നം അതാണ്. ഈ കമ്മീഷൻ വന്ന ഘട്ടത്തിൽ കമ്മീഷനുമായി നിങ്ങൾ സഹകരിക്കുകയായിരുന്നല്ലോ. കമ്മീഷനെ സംബന്ധിച്ചും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനമായിരുന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കമ്മീഷനെ നിയമിച്ചതിനെ തന്നെ കോടതി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? കമ്മീഷൻ വരാൻ പോണു, അത് 28-ാം തീയതി ഞങ്ങൾക്ക് ഒരു പ്രശ്നം തീരും എന്നുള്ളതാണ് ഞങ്ങളടുത്ത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. അതിന് മുമ്പത്തെ ആഴ്ച തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് നടത്തിയ ചർച്ചയിൽ നിങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഞങ്ങളുടെ MLA കെ ഉണ്ണികൃഷ്ണന്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 28-ാം തീയതി തന്നെ അതിന് തീരുമാനമുണ്ടാകുമെന്നും പറഞ്ഞ് ഞങ്ങൾ നിരാഹാരം 47-ാമത്തെ ദിവസം 6:30 മണിയോടെ ഞങ്ങൾ ഇരുന്ന സമയത്താണ് ജുഡീഷ്യൽ കമ്മീഷനെ ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞത്. ശക്തമായി ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ പറഞ്ഞു ഇനിയൊരു കമ്മീഷൻ വന്ന് ഞങ്ങളുടെ ഈ നിരാഹാര സമരങ്ങളും ഞങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല, ഇതിനോട് ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം
മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓൺലൈൻ മീറ്റിംഗിലാണ് ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് സഹകരിക്കുന്നത്. ഞങ്ങൾ 100% കമ്മീഷനുമായിട്ട് പല സിറ്റിങ്ങുകൾ നടത്തി, ഞങ്ങളുടെ സ്ഥലം കണ്ടു, എല്ലാം മനസ്സിലാക്കി. പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. എല്ലാം പൂർത്തീകരിച്ച് ഡിസംബർ മാസം 27-ാം തീയതിയാണ് വഖഫ് സംരക്ഷണ വേദി വീണ്ടും ഈ കമ്മീഷൻ അധികാരമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഉത്തരവിൽ, അതായത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ വെച്ചിരിക്കുന്ന ഉത്തരവിൽ ഇവിടുത്തെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നബാധിതമാണ് ഇത്, അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണൽ റൈറ്റ്സോ അല്ലെങ്കിൽ ഇവിടെ സമരങ്ങൾ നടക്കുന്നുണ്ടെന്നോ ഇവിടെ വലിയൊരു പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെന്നോ ഒന്നും ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളൊരു വിഷയം എന്താണ്, ഞങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണമെന്നുള്ളതായിരുന്നു. ഇതാണ് അടിസ്ഥാനപരമായ ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ടാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനത്തിന് സമരമാർഗങ്ങളുമായി പ്രതികരണം നമുക്ക് തേടാം. ബെന്നി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ കോടതി ഇന്നലെ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ കമ്മീഷനെ വഖഫ് നിയമം കണക്കിലെടുക്കാതെ നിയമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചു, നിയമനം യുക്തിസഹമല്ല എന്ന അടക്കമുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ യാന്ത്രികമായി പ്രവർത്തിച്ച സർക്കാരാണ് മുനമ്പം വിഷയത്തിൽ എന്ന വിമർശനത്തിൽ എന്താണ് മറുപടി? മുനമ്പത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നം, പ്രത്യേകിച്ച് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, അളന്ന് തിട്ടപ്പെടുത്തി വാങ്ങിയ ഭൂമി, അതിനുശേഷം അത് പോക്കുവരവ് നടത്തി വീണ്ടും കരമടച്ച് അവർ സ്വയമേ ആസ്വദിച്ചു കൊണ്ടിരുന്ന ഭൂമി, വീട് വെച്ചു, കച്ചവട സ്ഥാപനങ്ങൾ വെച്ചു, അവരുടെ സ്വന്തം ഭൂമി, ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2019 വഖഫ് ബോർഡ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പാസ്സാക്കിയത്. വഖഫ് ബോർഡ് ഒരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഫൈനലാണ്. പിന്നുള്ളത് വഖഫ് ട്രൈബ്യൂണലാണ്. ഇപ്പോൾ ആ വിഷയങ്ങളെല്ലാം ട്രൈബ്യൂണലിൽ പെൻഡിംഗ് ആണ്. ട്രൈബ്യൂണലിൽ ഉത്തരവ് വരുന്നത് വരെ ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തുടരും. ട്രൈബ്യൂണൽ ഉത്തരവ് ഈ വഖഫ് ബോർഡിൻ്റെ തീരുമാനം ശരിവച്ചാൽ അത് പൂർണ്ണമായി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ കരമടയ്ക്കാനുള്ള അവസരം റവന്യൂ വകുപ്പ് കൊടുത്തു. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അവർ ബോണഫൈഡ് പർച്ചേസറാണ്, ശരിക്കും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, വാങ്ങിക്കുന്ന സമയത്ത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു ഡിസ്പ്യൂട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അന്നേരം ഇത്തരത്തിലുള്ള വലിയ തർക്കങ്ങളില്ല എന്ന് തന്നെ മനസ്സിലാക്കി. അതിനുശേഷം കോടതി, സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഒക്കെ കയറി ഇറങ്ങി കരമടയ്ക്കാനുള്ള അവർക്ക് കിട്ടിയ അവസരം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ കേസ് പെൻഡിങ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, അതാണ് ഗവൺമെൻറ് പരിശോധിച്ചത്. അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ആ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന് ഗവൺമെൻറ് വിചാരിച്ചു. അതൊരിക്കലും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ, അതുപോലെ വഖഫ് നിയമങ്ങൾ ഇതിൽ ബാധകമാണോ, അത്തരത്തിൽ ഒരു വഖഫ് നിയമപ്രകാരം ആൻസർ ചെയ്യപ്പെടേണ്ട ഒരു ഭൂമിയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടോ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തീരുമാനമെടുക്കാനല്ല കമ്മീഷനെ വെച്ചത്. കമ്മീഷനെ വെച്ചത് ടു ഐഡന്റിഫൈ ദ പ്രസന്റ് ലൈ, നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദി പ്രോപ്പർട്ടി കോംപ്രൈസ്ഡ് ദ ഓൾഡ് സർവേ നമ്പർ 18/1 ഓഫ് ദി വടക്കേക്കര വില്ലേജ് ഓഫ് എർസ്റ്റ്വൈൽ ട്രാവൻകൂർ സ്റ്റേറ്റ്. കൃത്യമായി ആ ഭൂമിയുടെ കിടപ്പും മറ്റ് സൗകര്യങ്ങളുമെല്ലാം അതിൻ്റെ സാഹചര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ആസ് ടു ഹൗ ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ബോണഫൈഡ് ഓക്കുപ്പൻസ് ഓഫ് ദി സെറ്റ് ലാൻഡ് ആൻഡ് ടു റെക്കമെൻഡ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഇൻ ദാറ്റ് റിഗാർഡ്. ഗവൺമെൻറ് ഇതിലെടുക്കാൻ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ ബോണഫൈഡ് പർച്ചേസർ, സത്യസന്ധമായി ഭൂമി വാങ്ങിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കമ്മീഷൻ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, എക്സിക്യൂട്ട് ചെയ്യാനല്ല, അതിനുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ. സംസ്ഥാന സർക്കാർ ഈ 600 കുടുംബങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നത് എന്നത് പ്രധാനമാണല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന വിമർശനം നിങ്ങൾക്കെതിരെയുണ്ട്. ചില നിയമവിദഗ്ധർ പറയുന്നത് സർക്കാരിന് ഈ വഖഫ് ആക്ട് പ്രകാരമാകുമ്പോൾ ഈ 97-99 നിയമങ്ങൾ അത് പ്രയോഗിക്കാമായിരുന്നു എന്നാണ്. കാരണം സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ വഖഫ് ബോർഡ് എന്നുള്ളത്. അപ്പോൾ സർക്കാരിന് ഡയറക്ഷൻ കൊടുത്ത് ഈ 97 ഇനാക്ട് ചെയ്യിക്കാം, പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് ചെയ്ത സർക്കാരുണ്ട്. കർണാടക അത് ഇൻവോക്ക് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടീസ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കർണാടകയിലും സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കരമടയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ എന്തുകൊണ്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത്തരത്തിൽ പറയുന്ന വാദം ബാലിശമാണ്.
ഗവൺമെൻറ്റിന് വഖഫ് നിയമപ്രകാരം ഒരു പ്രൊസീഡിങ്സ് പെൻഡിങ് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2008 മുതൽ 2019 വരെ 11 വർഷമാണ് വഖഫ് ബോർഡിൽ ഈ കേസ് പെൻഡിങ് നിന്നത്. അത് കൃത്യമായി EP 655/2008 ആ കേസ് വിധി പറഞ്ഞപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ 6 വഖഫ് ബോർഡ് അംഗങ്ങളിൽ 4 പേരും UDFന്റെ നേതാക്കന്മാർ വഖഫ് ബോർഡ് ഭരിക്കുമ്പോഴാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയായി കണ്ടെത്തി കൃത്യമായി പറഞ്ഞാൽ 5-ാം മാസം ഉത്തരവിറക്കി 20/5/2019. 9-ാം മാസം ആ വഖഫ് പ്രോപ്പർട്ടി ഏറ്റെടുത്തു, അത് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് മാറി. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രൈബ്യൂണലിൽ കേസ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഗവൺമെന്റിന് ഇതിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ എന്താ പറഞ്ഞത്? ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചത് പോലും വഖഫ് നിയമത്തിനെതിരാണ്. കരമടയ്ക്കാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് കൊടുത്തതാണ്. അത് സിംഗിൾ ബെഞ്ചാണ് അത് അലവ് ചെയ്തു, പിന്നെ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ കേസ് നിൽക്കുകയാണ്. ഈ കരമടയ്ക്കാനുള്ള തീരുമാനം LDF ഗവൺമെന്റ് അനുവദിപ്പിച്ചപ്പോൾ അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് KPA മജീദാണ്, UDFന്റെ നേതാവാണ്. UDF ആണ് അതിനെതിരെ നിന്നത്. LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കരമടയ്ക്കാനുള്ള അനുവാദം കൊടുത്തു, അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിച്ചു, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, റെക്കമെൻഡേഷനുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അത്തരത്തിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമമാണ് ചെയ്തത്. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ 97 പ്രകാരം ഉള്ള വിശേഷാധികാരമൊന്നും വഖഫ് ട്രൈബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈറ്റിൽ വിഷയം പെൻഡിങ് നിൽക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് എടുക്കാൻ കഴിയില്ല. കർണാടകത്തിൽ അങ്ങ് സൂചിപ്പിച്ച സാഹചര്യം ആ പ്രോപ്പർട്ടി ഏതെങ്കിലും വഖഫ് നിയമപ്രകാരമുള്ള അതോറിറ്റിയുടെ മുന്നിൽ പെൻഡിങ് നിൽക്കുമ്പോഴല്ല അത്തരത്തിൽ എടുക്കാൻ. ഇപ്പൊ ഹൈക്കോടതി ആധികാരികമായി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സെക്ഷൻ 85 പ്രകാരം നോ സൂട്ട് ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ് ഷാൽ ലൈ not only by any civil or revenue court but also even before any other authority. ഗവൺമെന്റിന് പോലും മറ്റൊരു കാര്യവും ഇതിൽ ചെയ്യാൻ കഴിയില്ല. ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ടൈറ്റിൽ ഡീഡ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ പെൻഡിംഗ് ആണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും വീടും സ്വത്തും സംരക്ഷിക്കണം, അവർക്ക് നികുതി അടയ്ക്കാൻ കഴിയണം, അവർക്ക് സ്വൈര്യമായി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യവും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പോൾ ഈ സമരസമിതിയുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇന്നത് ഗവൺമെന്റ് ചെയ്യുമെന്ന് പറ. നിങ്ങളെ നികുതി അടയ്ക്കാൻ ഈ ഗവൺമെന്റ് അനുവദിച്ചില്ലേ? ആരാണ് ആ നികുതി അടയ്ക്കുന്നതിനെതിരെ നിയമസഭയിലടക്കം പ്രമേയം കൊണ്ടുവന്നത്? ആരാണ് കോടതിയിൽ പോയത്? ആരാണ് ഡിവിഷൻ ബെഞ്ചിൽ പോയത്? ഈ കേസ് നടത്തുന്നത് ആരാണ്? ഈ ജുഡീഷ്യൽ കമ്മീഷനെ വച്ച ഗവൺമെന്റ് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ പോയത് ആരാണ്? ഈ വിധി നേടിയെടുത്തത് ആരാണ്? ഇതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? സമരം നടത്തി സമരപ്പന്തൽ ഉണ്ടാക്കിയത് ആരാണ്? ഈ വിധിയെ ഇന്നലെ സ്വാഗതം ചെയ്തത് കാസ, അതുപോലെ BJP, അതുപോലെ SDPI, ഈ 3 പേരാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ത് പോംവഴിയാണ് ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുക. നിയമപരമായി അനുവദിക്കുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഗവൺമെന്റിന് ഒരധികാരവുമില്ല ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും അപ്പീൽ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പീൽ പോകും, നാളെയോടുകൂടി അപ്പീൽ ഫയൽ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷന് നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കാവുന്നത് മാക്സിമം മേടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക. അതോടൊപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുന്ന കേസ്, ഇതിൽ പല തർക്കങ്ങളുണ്ട്. വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ ഗിഫ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും വഖഫ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹയാണ്, പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. ഇതിൽ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ അല്ല. 1 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, 2 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിൽക്കാനുള്ള അനുവാദം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഭൂമി തിരിച്ച് കൊടുത്ത ആളിലേക്ക് തിരിച്ചു വരും. അങ്ങനെ 3 കണ്ടീഷനുകൾ വെച്ചിട്ടാണ് 1950 ഈ ഭൂമി ഇവിടെ വഖഫ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ അത് വഖഫ് അല്ല, ഗിഫ്റ്റാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ഇങ്ങനെ കണ്ടെത്തിയാലും വഖഫ് ട്രൈബ്യൂണലിന് തെളിവെടുത്ത് തന്നെ ഇതിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാം. അതുകൊണ്ട് ഈ കേസിന്റെ നടത്തിപ്പിന് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിൽ എല്ലാം ചെയ്യും. ഇതിൽ അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. നിയമപരമായി ഗവൺമെന്റ് ഇവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ഏറ്റവും ന്യായമായിട്ടുള്ള വിധി, ഇവർക്ക് അവിടെ സ്വൈര്യമായി താമസിക്കാനുള്ള, അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ഗവൺമെന്റുമായി, ആ തീരുമാനവുമായി, ആ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് അന്തിമമായി പോരാട്ടം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇവർ എത്ര ദിവസമായി അവിടെ സമരം ചെയ്യുന്നു? ആ ദിവസങ്ങൾ കൂടി സർക്കാരിന്റെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് നൽകാൻ, അവർ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്ത് ശ്രമങ്ങൾ നടന്നു എന്നൊരു വിഷയം കൂടിയാണ്. ഏതായാലും ഷാഫി ചാലിയത്തിലേക്ക് ഒന്ന് പോകാം. ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം ലീഗിനെ തന്നെ, പ്രതിപക്ഷത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന പോയിന്റ്സ് ആണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത്. അറിയാമല്ലോ, നിങ്ങളുടെ MLA തന്നെയാണ് സഭയിൽ ഈ കരം വാങ്ങുന്നതിനെ എതിർത്തിട്ടുള്ളത്. അതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ്? സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന് ഇപ്പോൾ ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ഇന്നലെ കോടതി സർക്കാരിനെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. സ്മൃതി, നമ്മുടെ സഹ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ അദ്ദേഹം
പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം അവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? പെർമനൻറ്റ് ഡെഡിക്കേഷൻ ഓഫ് അല്ലാ, അതാണ് വഖഫ്. എന്നാൽ ഈ ഡീഡ് അങ്ങനെയല്ല. ഈ ഡീഡ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ക്രയവിക്രയം ചെയ്യാം, അല്ലെങ്കിൽ ഇത് ദാതാവിലേക്ക് തിരിച്ചു പോരും. അങ്ങനെ വന്നാൽ ഇത് ഗിഫ്റ്റാണ്. അദ്ദേഹം അവസാനം പറഞ്ഞതാണ്. എന്തുകൊണ്ട് ജസ്റ്റിസ് നിസാറിന് ഇത് ബോധ്യപ്പെട്ടില്ല? ജസ്റ്റിസ് നിസാർ ആരാണ്? അദ്ദേഹം ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കണ്ണൂർ ജില്ലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ സഖാവ് നിസാറാണ്. ഇപ്പം സഖാവ് നിസാറിന് എന്തുകൊണ്ട് സഖാവ് അരുൺകുമാർ ഈ കാര്യം ബോധ്യപ്പെട്ടില്ല എന്നത് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് KPA മജീദിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു പെരും കളവുണ്ട്, അതായത് നട്ടാൽ മുളയ്ക്കാത്ത കളവ്. ഇത് വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയത് 2019 UDFന് 4 അംഗങ്ങളുള്ള UDFന് ഭൂരിപക്ഷമുള്ള വഖഫ് ബോർഡാണെന്ന് പറഞ്ഞു. ഇമാതിരി കളവ് പച്ചക്ക് വന്ന് വിളിച്ചു പറയാൻ രജിസ്റ്റർ ചെയ്ത 2019 ഷാഫി, അവിടേക്ക് ഞാനെത്താം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പൂപ്പത്താടി പോലെ പാറി വീണതാണോ വഖഫ് ബോർഡിന് മുമ്പിൽ? അതിൻ്റെ നിയമപരമായ പ്രൊസീഡിങ്സ് ഇല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. 2007 എന്താണ് ഒരു പരാതി വരുന്നു, വഖഫ് സംരക്ഷണ സമിതി. ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഉടനീളം ഇവിടെ എല്ലാ ഗവൺമെൻറ് സ്റ്റെപ്പിനെയും മറ്റുമൊക്കെയായി കോടതി കയറി ഇറങ്ങിയതെന്ന് പറയുന്നു. ആരാണ് ഇവർ എന്ന് ആര് ചോദിക്കുന്നു? ഈ നമ്മുടെ അരുൺകുമാർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. ഈ സമീപകാലത്ത് PDPൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്. ആ വാർത്താ സമ്മേളനം നടത്തിയ PDP നേതാവ് സ്വയം വാർത്താ ലേഖകരുടെ മുമ്പിൽ മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ ആരാണെന്ന് വ്യക്തമാക്കി. ഞാൻ PDPയുടെ നേതാവ് മാത്രമല്ല വഖഫ് സംരക്ഷണ കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയാണെന്ന് പറഞ്ഞു. PDP ഏത് പൊസിഷനിൽ നിൽക്കുന്ന പാർട്ടിയാണ്? ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന നിലകൊള്ളുന്ന പാർട്ടി. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും അവരുടെ അർദ്ധസൂര്യൻ ചിഹ്നമുള്ള പതാക ഉടനീളം തൃക്കാക്കരയിലും പാലക്കാടും പാറി നടന്നത് നമ്മൾ കണ്ടു. അപ്പം സ്വന്തം കൂടെയുള്ള ഈ PDPക്കാരൻ സെക്രട്ടറിയായ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഉത്തരവാദിത്വം ആരുടെ തലയിലാണ് നിങ്ങൾ കയറ്റി വെക്കുന്നത്? ഇനി അതവിടെ നിൽക്കട്ടെ. 2007 ഈ വഖഫ് സംരക്ഷണ സമിതി പരാതി കൊടുക്കുന്നു. എന്താ പരാതിയിൽ പറയുന്നത്? ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ഇവിടെ അന്യാധീനപ്പെട്ടിന്, അതേക്കുറിച്ച് അന്വേഷിക്കണം. അത് പ്രകാരം അച്യുതാനന്ദ ഗവൺമെൻറ് ജസ്റ്റിസ് നിസാറിനെ അന്വേഷണ കമ്മീഷനായി വെക്കുന്നു. എന്താ ജസ്റ്റിസ് നിസാർ കമ്മീഷൻ്റെ മുമ്പിലുള്ള അജണ്ട? എന്താ കണ്ടെത്തേണ്ടത്? കണ്ടെത്തേണ്ടത് വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. അദ്ദേഹം 10-23 പ്ലോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് ഇത് കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു 2008. അപ്പോൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന ജസ്റ്റിസ് നിസാർ കമ്മീഷൻ പഠിക്കണം നിങ്ങൾ. അങ്ങനെ അത് കിട്ടിയോട് കൂടി സ്വാഭാവികമായിട്ടും 2009 അച്യുതാനന്ദൻ ഗവൺമെൻറ് അത് ക്യാബിനറ്റ് കൂടി അംഗീകരിക്കുന്നു. അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കയ്യേറപ്പെട്ടത് വഖഫാണെന്ന് വന്നു. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ചുമതല വഖഫ് സ്വത്ത് സംരക്ഷിക്കലാണ്. അപ്പം വഖഫ് ബോർഡ് വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നില്ല, ആളുകൾ കയ്യേറിപ്പോയിരിക്കുന്നു എന്ന പരാതി പുറത്ത് വഖഫിൻ്റേതാണ് ഭൂമിയെന്നും ഇത് കയ്യേറപ്പെട്ടതാണെന്നും ഇത് വഖഫ് ബോർഡ് സംരക്ഷിക്കണമെന്നും റിപ്പോർട്ട് കൊടുക്കുന്നു. റിപ്പോർട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് അംഗീകരിക്കുന്നു. അംഗീകരിച്ച് വഖഫ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. എന്താ പിന്നെ സംഭവിക്കുന്നത്? അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്നു. ആ 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിക്കുന്നു. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയോ? ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് 2019 മുമ്പ് ഇവിടെ ഇതേ വഖഫ് സംരക്ഷണ കൗൺസിൽ ഹൈക്കോടതി പോകുന്നു. പോയിട്ട് സംരക്ഷിക്കേണ്ട സ്വത്താണെന്ന് അറിഞ്ഞിട്ടും വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നില്ല. ഗവൺമെൻറ് ഡിസിഷൻ എടുത്തു കൊടുത്തു, ജുഡീഷ്യൽ കമ്മീഷൻ ഡിസിഷൻ എടുത്തു, സർക്കാർ അംഗീകരിച്ചിട്ടും ഈ വഖഫ് ബോർഡ് വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. കോടതിയുടെ ഡയറക്ഷൻ വന്നു വഖഫ് ബോർഡിന്. 2019 കോടതിയുടെ ഡയറക്ഷൻ്റെ നിദാനമായിട്ടാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ അന്നത്തെ വഖഫ് ബോർഡ് അത് വഖഫ് സ്വത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തിയത്. അത് നിയമപരമായി ചെയ്യൽ ബാധ്യതയാണ്, ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ്. പക്ഷേ ആ ബോർഡ് 2012 ഇവർ തീരുമാനമെടുത്തിട്ട് ഇത്രയും 2019 വരെ ഇരുന്നിട്ടും ഏതെങ്കിലും നികുതി സ്വീകരിക്കരുതെന്നോ അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യരുതെന്നോ
അല്ലെങ്കിൽ പണയപ്പെടുത്താൻ പാടില്ലെന്നോ ഒരു ഉത്തരവ് UDF-ന്റെ നേതാക്കൾ, ലീഗിന്റെ നേതാക്കൾ വഖഫ് ബോർഡിനെ തലപ്പത്തുള്ള സമയത്ത് തീരുമാനം എടുത്തിട്ടില്ല. ബെന്നി ഇവിടെ ഉണ്ട്, പറയട്ടെ. പിന്നെ സംഭവിക്കുന്നത് 2020 ടി കെ ഹംസ ചെയർമാനായി വന്നതോടുകൂടി വഖഫ് ഭൂമിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കരം സ്വീകരിക്കുക? എന്റെ ചോദ്യം അതല്ല. ഒരു മിനിറ്റ്. വഖഫായി രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ കയ്യേറ്റക്കാർക്കെതിരായ നടപടികൾ ഒന്നും തന്നെ അന്നത്തെ വഖഫ് ബോർഡ് ആരംഭിച്ചിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്ന സ്മൃതി. അത് മനസ്സിലാക്കൂ. ഇനി എന്താണ് ബാക്കി ഞാൻ പറഞ്ഞാൽ അതുകൂടി 2020 ഞാനല്ല പറയുന്നത്, സഖാബ് നിസാറിന്റെ റിപ്പോർട്ടാണ്. എന്താ സ്മൃതി ഇങ്ങനെ ഇന്റർഫിയർ ചെയ്താല്? അരുൺകുമാറോട് പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിരുന്നല്ലോ. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അരുൺകുമാറിനുള്ള മറുപടിയും കൊടുത്തു കഴിഞ്ഞ ശേഷം സ്മൃതി എല്ലാ സംശയം ചോദിക്കും. സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. 2020 ടി കെ ഹംസ ചെയർമാനായി വരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലം. അവർ നടപടികൾ ആരംഭിക്കുന്നു. ഇവരെ കയ്യേറ്റക്കാരായി കണ്ടുകൊണ്ട് നികുതി അടക്കാൻ പാടില്ല, ക്രയവിക്രയം ചെയ്യാൻ പാടില്ല, പണയപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉത്തരവിടുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് നിയമസഭയിൽ വരുന്നു. നിയമസഭയിൽ വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നു, കയ്യേറ്റക്കാരിൽ നിന്നും വഖഫ് ഭൂമി ഈ ഗവൺമെൻറ് സംരക്ഷിക്കും എന്ന് ഉറപ്പ് പറയുന്നു. പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? റവന്യൂ മന്ത്രിയുടെ അടുത്ത് പോയിട്ട് കരമെടുക്കാനുള്ള സൗകര്യമൊരുക്കണം. ഒരു പൊടിക്കൈ ഉണ്ടാക്കിയതാണ്. കാരണം കരം സ്വീകരിക്കുന്നത് ഉടമസ്ഥാവകാശയുടെ രേഖയായി പരിഗണിക്കപ്പെടില്ലെന്നും അതുകൊണ്ട് സർക്കാരിന് കിട്ടുന്ന പൈസ, ആ സാധുക്കളുടെ പൈസ കിട്ടുന്നത് പോന്നോട്ടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ചെയ്ത് എന്നുള്ള വടുപ്പ ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ട് കരമെടുക്കാനുള്ള സംവിധാനം റവന്യൂ വകുപ്പ് ഉണ്ടാക്കുന്നു. എന്നാലോ നടപടി ഇവ കയ്യേറ്റക്കാരിൽ നിന്നും വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്ന അബ്ദുറഹ്മാൻ പറയുന്നു. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ KPA മജീദ് സാഹിബ് ഒരു ഉപക്ഷേപം അസംബ്ലിയിൽ കൊണ്ടുവരുന്നത്. ഇവിടെ വഖഫ് ഭൂമി സംരക്ഷിക്കും, കയ്യേറ്റക്കാരിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് വഖഫ് മന്ത്രി പറയുന്നു. എന്നാൽ വഖഫ് ബോർഡിൻ്റെ ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കരം സ്വീകരിക്കാൻ ഉത്തരവിടുന്നു. ഇതിലെ വിരോധാഭാസമാണ് KPA മജീദ് സഭയിൽ വിളിച്ചു പറഞ്ഞത്. അപ്പം ഈ വഖഫ് സംരക്ഷണ സമിതി വീണ്ടും ഈ കര ഒടുക്കിയ നടപടിക്കെതിരെ റിവിഷനെ സമീപിച്ചു. ഹൈക്കോടതിയിലെ റിവിഷൻ ബെഞ്ച് അത് റദ്ദ് ചെയ്തു. ഇതിൻ്റെ നാൾ വഴികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ വിഷയത്തിലേക്ക് വരരുത്. ഇവിടെ ഞാൻ ഇപ്പോഴും കൃത്യമായി പറയുന്നു, ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ? ഇപ്പോൾ നിൽക്കുന്നത് ട്രൈബ്യൂണലിൻ്റെ മുന്നിലാണ്. ഈ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രൈബ്യൂണൽ അഫ്ഗാനിസ്ഥാനെന്നോ സൗദി അറേബ്യയെന്നോ വന്നിട്ട് ഏതെങ്കിലും മതഭീകരന്മാരിയ്ക്കുന്ന ബോഡിയല്ല. ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ നിയമ സംവിധാനമാണ്, കോടതി സംവിധാനമാണ്, ജില്ലാ കോടതിക്ക് തുല്യമാണത്. ട്രൈബ്യൂണലിൽ ഒരു കക്ഷി അപ്പുറത്ത് വഖഫ് ബോർഡ്, ഇപ്പുറത്ത് പരാതിക്കാർ. ട്രൈബ്യൂണൽ ഇതിൻ്റെ എല്ലാ ലീഗലി ബൈൻഡഡായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഞാൻ മിസ്റ്റർ ബെന്നിയോട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ട്രൈബ്യൂണലിൽ നിങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ടോ, മുനമ്പം നിവാസികൾ? കാരണം നിങ്ങളുടെ കയ്യിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വില്ലേജ് ഓഫീസർ അളന്ന് തിട്ടപ്പെടുത്തി തന്ന സ്ഥലമാണെന്ന് നിങ്ങൾ ഇവിടെ പറയുന്നു. നിങ്ങൾ ഇത് ട്രിബ്യൂണൽ പോയി പറയണം. എനിക്ക് സംശയമുണ്ട്, എന്റെ സംശയം തീർക്കണം. ഒന്ന് ബെന്നി ഇടപെട്ട് പറഞ്ഞു. എന്നാൽ ബെന്നി ഓക്കെ വളരെ സന്തോഷം. എനിക്ക് അറിയില്ല, ഞാനത് സംശയം തീർക്കാൻ ചോദിച്ചതാണ്. നമ്മൾ എന്നും ആരോടൊപ്പാണ്? മനുഷ്യത്വപരമായി ദുരിതമനുഭവിക്കുന്ന ദുർബലരോടൊപ്പമാണ് മനുഷ്യൻ നിൽക്കുന്നത്. ആ നിലക്ക് ഓക്കെ, വെരി ഗുഡ്. ട്രൈബ്യൂണലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം പറവൂർ കോടതിയുടെ ഒരു കോർട്ട് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ ആ കോടതി ഉത്തരവ് നിങ്ങളുടെ അടിയാധാരത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും വഖഫ് ട്രിബ്യൂണൽ നീതിയുടെ പക്ഷത്തെ നിൽക്കുക. അവിടെ മതം അല്ല നോക്കുന്നത്, മത നിയമം അവിടെ ഇല്ല. ഈ BJP-ക്കാർ ഒരുപാട് കള്ളത്തരം പറഞ്ഞു നടക്കുകയാണ്. അവിടെ അവർ ട്രിബ്യൂണലിലേക്ക് ജഡ്ജിയെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണ്. ശ്രീ രാജൻ ചെറ്റയിൽ എന്ന ഒരു ക്രിസ്ത്യൻ, ഞാൻ മതം പറഞ്ഞതല്ല, അവിടെ രാജൻ തെറ്റയിൽ എന്ന ഒരു മനുഷ്യനാണ് ജഡ്ജി. അദ്ദേഹത്തിന് മുമ്പിൽ ഈ ന്യായവാദങ്ങളെല്ലാം നിങ്ങൾ ഉയർത്തണം. എന്നിട്ട് ട്രിബ്യൂണലിൻ്റെ വിധി വരും മുമ്പ് നമ്മൾ അഡ്വാൻസായി കയറിയൊന്നും കളിക്കണ്ട. ഇവിടെ ഇതിലൊരു പൊളിറ്റിക്കൽ കോൺസ്പിറൻസി ഉണ്ട്. അതുകൂടെ പറയാൻ എനിക്ക് അനുവദിച്ച സമയം മതിയാവില്ല. നമുക്ക് BJP പ്രതിനിധിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. അല്ലല്ല, അവിടെ എല്ലാ വിഭാഗക്കാരുമുണ്ടല്ലോ. ലത്തീൻ കത്തോലിക്കരുണ്ട്, ധീവരരുണ്ട്, ഈഴവരുണ്ട്, 200ഓളം മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവർക്കിടയിൽ ഒരു ഭിന്നതയുമില്ല. അവിടെ പിന്തുണയായി വരുന്നവർക്കാണ് ഈ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ ഒരു ഭിന്നതയും ഇല്ലതാണ് എന്നതാണ് അവരുടെ യാഥാർത്ഥ്യം.
അതെ, ഒരു ചെറിയ കാര്യം സ്മൃതി എന്നെ പറഞ്ഞു 600 കുടുംബങ്ങളല്ല, ബെന്നി പറഞ്ഞതുപോലെ 179 കുടുംബങ്ങളാണ്. ആ 179 കുടുംബങ്ങളിലൂടെ തല എണ്ണി നോക്കിയാൽ 600-ൽ പരം കാണും. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജിജി ജോസഫ്, BJPക്ക് വഖഫ് നിയമ ഭേദഗതിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയൊരു നല്ല വിഷയമായി മാറിയിരിക്കുകയാണ് മുനമ്പം, അല്ലേ? നിങ്ങൾ മുതലെടുപ്പുകാർ എന്ന ഇപ്പോൾ ലീഗ് പ്രതിനിധി പ്രതികരിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? ലീഗ് പ്രതിനിധി മാത്രമല്ല, തുടക്കത്തിൽ സ്മൃതി മാഡം പറഞ്ഞപ്പോഴും മുതലെടുപ്പുകാരാണ് സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ആ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ മുനമ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വഖഫ് ബില്ല് കൊണ്ടുവന്നത്? അല്ലല്ലോ. മുനമ്പ് പ്രശ്നമില്ലെങ്കിൽ വഖഫ് ബില്ല് കൊണ്ടുവരികയും ചെയ്യും, വഖഫ് ബില്ല് പാസ്സാവുകയും ചെയ്യും. പിന്നെ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഞങ്ങൾ മുനമ്പത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. 2.5 കൊല്ലം ഈ പാവങ്ങൾ ഈ രാജീവിനെ കാണും, AGയെ കാണാൻ പോകും, തിരുവനന്തപുരത്ത് പോകും, ഫസ്റ്റ് ഫ്ലോറിൽ കയറും, ഗ്രൗണ്ട് ഫ്ലോറിൽ വരും. ഇങ്ങനെ ഈ പാവങ്ങൾ നടന്നത് എനിക്കറിയാം. ഞങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥി അവിടെ ചെന്ന് ക്യാമ്പയിന് പങ്കെടുത്ത 3 സ്ഥാനാർത്ഥി കൂടെ ക്യാമ്പയിന് പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ഇവർ ചോദ്യം ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ തോറ്റാലും ജയിച്ചാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ 2.5 കൊല്ലം ഈ പാവങ്ങളെ നടത്തിയിട്ടിരിക്കുക. ഞങ്ങൾ ഇവരോട് ചോദിച്ചു, ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന്. അങ്ങനെ ഇവരുമായി ആലോചിച്ചതിന് ശേഷം ബെന്നി ജോസഫ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. ആലോചിച്ചതിന് ശേഷം ഈ സമരത്തിന് ഇറങ്ങിയത്. ഞങ്ങൾ ഈ മുതലെടുപ്പിനൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ. UDF LDF ഇപ്പം എന്താ LDFിൻ്റെ ആളെന്താ പറഞ്ഞത്? KPA മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞതെന്ന്? KPA മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞത്? ഷാഫി ചാലിയം എന്താ പറഞ്ഞത്? അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇത് വഖഫിൻ്റെ ഭൂമിയാണ്, ഇത് തിരിച്ചു പിടിക്കാനുള്ള സ്ഥിതി ഉണ്ടാവണം എന്നാ പറഞ്ഞത്. അപ്പോൾ അരുൺകുമാറിൻ്റെ പാർട്ടിക്കാരൻ്റെ മന്ത്രി എന്താ പറഞ്ഞത്? ഇത് ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും. ഇത് ഈ പാവങ്ങളിൽ നിന്ന് ഇപ്പം പൈസ മേടിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? ഇത് സർക്കാരിലേക്കുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി മേടിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവരെ പറ്റിച്ചു തരാം. ഇവരെ ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ കമ്മീഷൻ വെച്ച് എന്തിനാ? AGക്ക് അറിയില്ലായിരുന്നോ? നിയമോപദേശം കൊടുത്ത AGക്ക് അറിയില്ലായിരുന്നോ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ലെന്നോ? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഒരാൾ പറയുകയും വഖഫ് ഭൂമിയെ തന്നെയാണ് എന്ന് ലീഗിൻ്റെ 2 സ്റ്റാൻഡില്ലേ? ഒരാൾ പറയുന്നത് വഖഫ് ഭൂമിയല്ല, അടുത്ത് വഖഫ് ഭൂമി. VD സതീശൻ എന്താ പറഞ്ഞത്? 1.5 കൊല്ലമേ ഉള്ളൂ, നിങ്ങൾ ക്ഷമിക്കുക. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ വരും. ഞങ്ങൾ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും. സുധാകരൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും. എന്തിനാണ് ഈ പാവങ്ങളെ ചുറ്റിക്കുന്നതെന്ന് പറഞ്ഞു? എന്നിട്ട് ഞങ്ങൾ എന്ത് മുതലെടുപ്പ് നടത്താൻ? നിങ്ങൾ ഈ പാവങ്ങൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി 2.5 കൊല്ലം നടത്തിയപ്പോഴല്ലേ ഞങ്ങൾ എൻ്റർ ചെയ്തേ? ഞങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എൻ്റർ ചെയ്തേ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് എന്ത് മുതലെടുപ്പ്? അവിടെയൊക്കെ പരമ്പരാഗതമായി അവർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട് സാർ. അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം. അത് BJP രാഷ്ട്രീയമൊന്നുമല്ല. നിങ്ങളത് റിപ്പോർട്ടറിൻ്റെ ആളുകൾ അവിടെ പോയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തളർത്തിക്കളയാൻ നോക്കണ്ട. ഞങ്ങൾക്കൊരു മുതലെടുപ്പുമില്ല. ഞങ്ങൾ എന്ത് മുതലെടുപ്പ് നടത്തിയെന്ന് പറയുന്നത്? പിന്നെ അവിടെ എന്തിനാ വിഭാഗീയത? ഒരാൾ ഒരു സമൂഹം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമൂഹം സമരം ചെയ്യുമ്പോൾ വിഭാഗീയത അപ്പുറത്തെ വശം ആരാണ്? എന്താണ് വിഭാഗീയത? പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് മുഴുവനും എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതും അവരെ കളിപ്പിച്ചതുമാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വഖഫ് ബില്ല് വരുന്നത്? ഈ മുനമ്പം പ്രശ്നത്തിൽ ഇവർ ആകുലപ്പെടേണ്ടത് മുൾമുനയിലാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ മുൻമുനയിലാക്കപ്പെടുന്നത് ഇവിടുന്ന് ജയിച്ചു പോയ ഹൈബി ഈഡൻ എന്ത് പറയാൻ പോകുന്നു? ബില്ല് വരാൻ പോവുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്? ഫ്രാൻസിസ് ജോർജ് എന്താണ് പറയാൻ പോകുന്നത്? ജോസ് കെ മാണി, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ഇങ്ങനെ ഒരുപാട് MP മാരുണ്ടല്ലോ, ശശി തരൂർ. ഇവരൊക്കെ ചെന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത്? അതാണ് ഇവരെ മുൾമുനയിലാക്കുന്ന കാര്യം. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു BJP അവിടെ വന്ന് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം ആകെ മുതലെടുപ്പും ഈ സമരം ആകെ കുഴപ്പമുണ്ടാക്കുന്ന സമരവും ഇവിടുത്തെ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുകയും നാട്ടിൽ മുഴുവൻ ആളുകൾ തമ്മിൽ വിഭജിക്കും. എന്തിനാണ് വിഭജനം?
ഒരു ജനവിഭാഗം അവർക്ക് ശരി, ശ്രീ ജിജി ജോസഫ്, ഈ കാര്യത്തിൽ BJP-യിൽ 2 തട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. BJP എറണാകുളം ജില്ലാ കമ്മിറ്റി മുനമ്പത്ത് നടത്തിയ ഒരു പരിപാടിയിലും താങ്കൾ പങ്കെടുത്തില്ല എന്നൊരു വിമർശനം നിങ്ങൾക്കകത്തു നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ താങ്കൾ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ? BJP അങ്ങനെ 2 വിഭാഗമൊന്നും ഇല്ലെന്നേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, താങ്കൾ എറണാകുളം ജില്ലാ കമ്മിറ്റി മുനമ്പത്ത് നടത്തിയ പരിപാടി പങ്കെടുത്തിട്ടില്ല. താങ്കൾ സ്വന്തം നിലയ്ക്ക് വേറെ പരിപാടി നടത്തിയോ? അല്ല, സ്വന്തം നിലയ്ക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. വീട്ടിൽ പോയി നടത്താൻ പറ്റും സ്വന്തം നിലയ്ക്കുള്ള പരിപാടികൾ. അല്ലാതെ ഈ പാർട്ടിയിൽ സ്വന്തം നിലയ്ക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. പാർട്ടിയുടെ ഘടന അനുസരിച്ച് ന്യൂനപക്ഷ മോർച്ച ഒരു പരിപാടി വയ്ക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനോട് അനുവാദം വാങ്ങും, സംസ്ഥാന പ്രസിഡന്റിനെ അറിയിക്കും, ജില്ലാ പ്രസിഡന്റിനോട് പറയും, ജില്ലാ പ്രസിഡന്റും പങ്കെടുക്കും. ഇങ്ങനെയാണ് പരിപാടി നടത്തിയിട്ടുള്ളത്. ഇനി അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറെ കാര്യമൊന്നും ചേർക്കാൻ നോക്കണ്ട. ഓരോ സമയത്തും ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഏത് ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടികൾ, ഞാനിവിടെ ഉണ്ടായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഓൾ ഇന്ത്യ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഡൽഹിയിലാണെങ്കിൽ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. കെ സുരേന്ദ്രേട്ടൻ അവിടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാനന്ന് ഡൽഹിയിലാണ്. ശരി, ഞാൻ സുരേന്ദ്രേട്ടനെ വിളിച്ച് അനുവാദം ചോദിച്ചു. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പ്രസിഡന്റ് അനുവാദം തന്നു. അല്ല, നിർബന്ധമായിട്ട് താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഏത് പരിപാടിയും ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു വരും. ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസിനെ പോലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതുപോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകളെ പോലെയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുന്ന പാർട്ടി എന്ന് വിചാരിച്ചോ? അതൊന്നും ഇല്ലെന്നേ. അതൊന്നും പ്രത്യേകിച്ച് ഇനി അതിൻ്റെ അകത്ത് കൃത്യമായി പറയേണ്ട ആവശ്യമില്ല. എല്ലാ പരിപാടിയിലും പാർട്ടി ഞാൻ നടത്തിയ പദയാത്ര അവിടെ ചെന്ന് എത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു അവിടെയുണ്ട്. താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ നടത്തിയ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി നടത്തിയ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ലെന്നും താങ്കൾ സ്വന്തമായിട്ട് പരിപാടി നടത്തിയെന്നും പറയുന്നത് താങ്കളുടെ പാർട്ടി തന്നെയാണ്. സ്വന്തമായി അതാരാ പറഞ്ഞു? നിങ്ങൾ ആ ബൈറ്റൊന്ന് കാണിച്ചു. ബൈറ്റോ? വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോ ചോദിച്ചത് ഉടനെ ബൈറ്റാണോ? അത് പറഞ്ഞു. അത് ആര് വിവരം തന്നു? ആരാണ് വിവരം തന്നത്? സോഴ്സസ്. നിങ്ങളെ ആരെങ്കിലും ഒക്കെ വിവരം തരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. നിങ്ങളതൊക്കെ ഞാൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ അവിടെ ജോസഫ് ബെന്നിരിപ്പുണ്ട്. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ നടത്തിയ പദയാത്രയിൽ അവിടെ വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നോ? ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ താങ്കൾക്ക് BJP ജില്ലാ കമ്മിറ്റിയുമായി തർക്കമുണ്ടോ? ശ്രീ വി മുരളീധരൻജി അവിടെ വന്ന പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവാതിരുന്ന ഏക പരിപാടി സി കൃഷ്ണകുമാർ പങ്കെടുത്ത പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാകാതിരുന്ന പരിപാടി, ഒന്ന് സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടിയിലുണ്ടായില്ല, 2 കെ സുരേന്ദ്രൻ ചേട്ടൻ പങ്കെടുത്ത പരിപാടിയിലുണ്ടായില്ല. ശരി, ഈ 2 പരിപാടിയിൽ മാത്രമേ ഞാൻ ഉണ്ടാവാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റ് ധർണ നടന്നപ്പോൾ ഈ ജില്ലയല്ലല്ലോ, അന്ന് ആ ജില്ലയുടെ പ്രസിഡന്റ് പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ജില്ലയുടെ പ്രസിഡന്റ്. ശരി, ഞാനൊന്ന് ജോസഫ് ബെന്നിയിലേക്ക് പോകുന്നു. ജോസഫ് ബെന്നി, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, നിങ്ങൾക്ക് പലയിടത്തുനിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ സമരത്തിന് പിന്തുണ ആവശ്യമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ പിന്തുണയ്ക്കുന്നവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അരിച്ചെടുക്കുന്നുണ്ടോ ഈ പിന്തുണ? അതല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. അവിടെ കാസ പോലുള്ള സംഘടനകൾ വന്ന് പ്രചരിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് ഒന്നും നിർദോഷമായ കാര്യങ്ങളല്ല എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. അവിടെ എല്ലാ വിഭാഗവും നിങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ കഴിയുന്ന പ്രദേശമാണ്. അവിടെ വിദ്വേഷത്തിന്റെ വിത്ത് പാകുന്നവരാണ് പിന്തുണയുമായി എത്തുന്ന ചിലരെങ്കിലും. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ശ്രീ ജോസഫ് ബെന്നി? ആദ്യം ഞാനൊരു തിരുത്തിയാണ്. ഷാഫി ചാലിയം സാർ ഒരു കാര്യം പറഞ്ഞു. അവിടെ ജോസഫ് ബെന്നി പറഞ്ഞു 176 കുടുംബങ്ങളാ ഉള്ളൂ എന്ന്. അത് ഉള്ളത് 1976-ലാണ്. 1989 218 കുടുംബക്കാരുണ്ട്. എൻ്റെ തൊട്ട് കിഴക്കേ വീട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ്, വലിയ വീട്ടിൽ. അദ്ദേഹത്തിന് 6 മക്കളുണ്ട്. അവിടെ 6 വീടുണ്ട്. ഇപ്പോ ഒരു വീടായിരുന്നു 89-ൽ. വടക്ക് കിഴക്കേ വീട്ടില് ദിവാകരൻ എന്ന് പറയുന്നതാണ്. അല്ല, ഇപ്പൊ 610 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഷാഫി ചാലിയം സാർ പറഞ്ഞത് തല എണ്ണിയാൽ 610 എന്ന് പറയും.
കുടുംബങ്ങളുണ്ട് ഇപ്പോ. അതായത് ഒരു വീടിനടുത്ത് 6 വീടായി, 4 വീടായി. എൻ്റെ വീട്ടിൽ 3 വീടുണ്ട്, ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അത് വർദ്ധിച്ചത്. പക്ഷേ 800 വീടുകൾ ഉണ്ടാകേണ്ട സ്ഥലത്ത് 200 വീട്ടുകാർ അവിടെ നിന്നും വിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പുറത്തു നിന്നും വന്ന ആളുകളൊക്കെ ആ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 810 വീടാണ് അവിടെ ഉണ്ടാകേണ്ടിരുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നത്, ഇപ്പൊ ജിജി ജോസഫ് സാർ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ആദ്യമേ തന്നെ ന്യൂനപക്ഷ മോർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. പള്ളിയിൽ അച്ഛനും ഞങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ചതാണ്. അവരെ വഖഫ് ബോർഡിലേക്ക് ധർണ നടത്തിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പലരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് ജിജി ജോസഫ് സാർ. പിന്നെ ഷൈജു, KS ഷൈജു വന്നിട്ടുണ്ട്, പുരുഷോത്തമനുണ്ട്. അതേപോലെ ഇവിടെ പലരും ഞങ്ങൾക്ക് ശക്തമായ രീതിയിൽ പിന്തുണയുമായി വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു കാര്യമുണ്ട്, 1995 കൊണ്ടുവന്ന പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഞങ്ങളുടെ ഇന്നത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം സെക്ഷൻ 36A ആണ് ഇവർ പറയുന്നത്. വഖഫ് ബോർഡിന്റെ മുൻവിധിയില്ലാതെ, അറിവില്ലാതെ ഞങ്ങൾ ഫറൂഖ് കോളേജ് പറമ്പ് വിറ്റു. അത് തെറ്റാണ്. അതുകൊണ്ട് 1995 കൊണ്ടുവന്ന സെക്ഷൻ 40 അനുസരിച്ച് വഖഫ് ബോർഡ് എഴുതിയെടുത്തു. അതാണ് ഇവിടുത്തെ ഞങ്ങളെ ഇവർ നിയമപരമായിട്ട് കാണുന്ന സാധ്യത അതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. സഹായിക്കാൻ വരുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ മാഡം പറഞ്ഞ വേറൊരു പോയിന്റ് എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഗവൺമെന്റ് ഇന്ന് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കരമടക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. ഈ അനുവാദം തന്നപ്പോൾ നാസർ മനയിലും അബ്ദുൽ സലാമും WPC 360-63 എന്ന് പറയുന്ന കേസ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് തന്നെ വേറെ കേസ് ജോസ് പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇംപ്ലീഡും ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ കരമടക്കാൻ അനുവാദം കൊടുത്തതാണ്, അതുകൊണ്ട് ഇത് സർക്കാരിന് അതിനൊരു സപ്പോർട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് സിംഗിൾ ജഡ്ജി ആയിട്ടുള്ള രവി സാറ് ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തന്നത്. അതിനുശേഷം 2022 ഡിസംബർ 27 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇതിന് സ്റ്റേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വഖഫ് ബോർഡും അതേപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും സത്യവാങ്മൂലം കൊടുത്തു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾക്ക് കരമടക്കാൻ തന്നതാകട്ടെ അന്നേരം അനധികൃത കുടിയേറ്റക്കാർക്കാണെന്നുള്ള രീതിയിലായിപ്പോയി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്റ്റേ വന്നത്. പക്ഷെ ഇപ്പോൾ ഈ 1987 ഈ സബ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചതിന്റെ പേരിൽ ഇനി ചെയ്യാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായി പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം ലഭിക്കാനും പോകുന്നത്, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കേസുണ്ട് WPC 4476/2023. ആ കേസിൽ അതിപ്പോ പെൻഡിംഗ് ആണ്. അതിന് സീനിയർ എൻഗേജ്മെന്റ് ഉണ്ടാവുകയും അടുത്ത് തന്നെ അതിൽ കോടതിയിൽ വരികയും ചെയ്താൽ അഡ്വക്കേറ്റ് ജനറൽ ഈ CN രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷനെ അതിനു വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം കോടതിയിൽ വന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ വന്നിട്ട് ഇത് കോടതിയുടെ ഒരു അനുവാദത്തോടു കൂടി തന്നെയാണ് അവരവിടെ ഈ പറമ്പ് വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ട്രിബ്യൂണലിന്റെ വിധി കഴിയുന്ന സമയം വരെ സർക്കാർ കരമടക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിലെ ഒരു തകരാറുമില്ല, ട്രിബ്യൂണലിലെ വിധി വരുന്നതുവരെ അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുത്തോ എന്നൊരു സത്യവാങ്മൂലം കൊടുത്താൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും. ഇത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോ 28 ആദ്യം ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഗൂഗിളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് 27 കേസ് വന്നിട്ട് അത് പിൻവലിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അതിനു മുൻപ് ഡിസംബർ 10 ഞങ്ങൾക്കൊരു ഓർഡർ പറഞ്ഞിരുന്നു, അതായത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാം, നിങ്ങൾ സിവിൽ കോടതിയിൽ കേസ് പറയൂ. അതായത് സിവിൽ കോടതി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിബ്യൂണൽ കേസ് പറയൂ. ഞങ്ങൾ ട്രിബ്യൂണലിൽ ഇപ്പൊ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഇപ്പൊ ചെയ്യാവുന്നത് അഡ്വക്കേറ്റ് ജനറലെ സിംഗിൾ കോടതിയിൽ വന്ന് അഫിഡാവിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടും, അതിലൊരു സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ മറുപടി ഈ ചോദ്യത്തിന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് അരുൺകുമാർ ബെന്നിക്ക് മറുപടി നൽകണം. സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം കൂടി ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ട്രൈബ്യൂണലിൽ വാദിക്കാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുകയാണ്. എന്താണ് മറുപടി? ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത് സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനും സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ വിശേഷ അധികാരങ്ങളുണ്ട്, ആ അധികാരങ്ങൾ എടുത്ത് പ്രയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇതെന്ന്. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു,
വഖഫ് ട്രൈബ്യൂണലിലോ വഖഫ് ബോർഡിലോ കേസ് പെൻഡിംഗ് നിൽക്കുമ്പോൾ 97, സംസ്ഥാന ഗവൺമെന്റിന് അധികാരം 99 പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ പുറത്തിറങ്ങിയ ഞാൻ പറയാം. ഇന്നലെ പറഞ്ഞ ജഡ്ജ്മെന്റ്, ഇന്നലെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ്, അതിന്റെ 18ാമത് പേജിൽ 30ാമത് പാരഗ്രാഫിന്റെ അവസാനത്തെ 2 വാചകം, സെക്ഷൻ 85 ഓഫ് ദി ആക്ട് ഈസ് ആൻ എക്സ്പ്രസ് പ്രൊഹിബിഷൻ ഫോർ എനി അതോറിറ്റി ടു കൺസിഡർ ദ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു എ വഖഫ് ഓർ വഖഫ് പ്രോപ്പർട്ടി. അടുത്ത സെന്റൻസ് ആണ് പ്രധാനപ്പെട്ടത്. ഫർദർ, ഇഫ് ദ ഡീഡ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് എ വഖഫ് ഡീഡ്, ഈവൻ ദി ഗവൺമെന്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇഷ്യൂയിങ് എനി ഡയറക്ഷൻ contrary to such a deed as per proviso to section 97 of the act. 97 മാത്രമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്നത്. 99 പവർ ടു സൂപ്പർസീഡ് ബോർഡ് എന്നതാണ്. അപ്പോൾ ഈ ഇന്നലത്തെ ഉത്തരവിൽ തന്നെ ഏതെങ്കിലും ബോർഡിന്റെ മുൻപിലോ ട്രൈബ്യൂണലിന്റെ മുന്നിലോ വഖഫ് പ്രോപ്പർട്ടിയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം നിലനിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ പൂർണ്ണമായി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഇത് ഒന്നും ചെയ്യാനില്ല. ഇനി ബഹുമാനപ്പെട്ട സമരസമിതി നേതാവ് പറഞ്ഞ ചോദ്യം, ഇവിടെ അദ്ദേഹം പറഞ്ഞു കരമടയ്ക്കാൻ അനുവാദം കൊടുത്തത് LDF ഗവൺമെന്റ് ആണ്. നിയമസഭയിൽ അതിനെതിരെ വലിയ പ്രമേയങ്ങളും പരാമർശങ്ങളും UDF കൊണ്ടുവന്നിട്ടും സംസ്ഥാന ഗവൺമെന്റ് അതിൽ ഉറച്ചു നിന്നു. അതിനെതിരെ കേസ് കൊടുത്ത് സിംഗിൾ ബെഞ്ചിൽ ഈ കരമടയ്ക്കാൻ അനുവദിച്ചതിനെതിരെ കേസ് പോയത് ആരൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. അവിടെ ഗവൺമെന്റ് സ്ട്രോങ് നിലപാടെടുത്തു, കരമടയ്ക്കാൻ അനുവദിക്കണം എന്ന നിലപാടെടുത്തു. സിംഗിൾ ജഡ്ജ് അത് പൂർണ്ണമായിട്ട് അനുവദിച്ചു, എല്ലാ തരത്തിലുള്ള റവന്യൂ അധികാരം കൊടുത്തു. പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ വാദമെടുത്തു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്നുള്ള വാദമെടുത്തു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസ് റിട്ട് അപ്പീൽ നമ്പർ 2001/2022 ആണ്. 2022 അവസാന മാസമാണ് റിട്ട് അപ്പീൽ. 2019 20/5/2019 തന്നെ വഖഫ് ബോർഡ് UDFന്റെ നേതൃത്വത്തിൽ വഖഫ് ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി. ആ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ഒരു ബോർഡ് കണ്ടെത്തിയ വിവരം കോടതി ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. വഖഫ് ബോർഡിന്റെ കണ്ടെത്തൽ: The chief executive officer shall take steps to trace out the properties remaining in the name of fourth party. Fourth party എന്ന് വെച്ചാൽ ഫറൂഖ് കോളേജ്, fourth party, and also initiate action under section 52 or 54 of the Waqf Act to recover the Waqf property which are alienated without prior sanction of the board. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ഭൂമിയും തിരിച്ചു പിടിക്കാൻ 2019 ലീഗിന്റെ നേതാവ് ജനാബ് സയ്യിദ് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടാൽ എന്താണ്? സെക്ഷൻ 42 ഡിസിഷൻ ഓഫ് ദി വഖഫ് ബോർഡ് ഈസ് ഇൻ ദി റിഗാർഡ് ഈസ് ഫൈനൽ. ആ ഫൈനൽ തീരുമാനം 2022 വരുന്ന റിട്ട് അപ്പീൽ വരുമ്പോൾ കോടതിയുടെ ശ്രദ്ധപ്പെടുത്തേണ്ട ഗവൺമെന്റ് പ്ലീഡർ അതേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിയമപരമായി ചെയ്യുന്ന ഏത് കാര്യവും ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. പിന്നെ കോൺഗ്രസിന്റെ UDFന്റെ പ്രതിനിധി ഷാഫി ചാലിയം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതുപോലെ ഒരു കമ്മീഷനെ 2008 LDF ഗവൺമെന്റ് വച്ചു. അദ്ദേഹം ഇതിൽ പഠനം നടത്തി. അദ്ദേഹം ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു, ഗവൺമെന്റ് അംഗീകരിച്ചു. ആ റിപ്പോർട്ട് ബോർഡിന് കൊടുത്തു, ബോർഡ് അത് വെച്ച് ഓർഡർ പാസ്സാക്കിയെന്ന്. ഇനിയെങ്കിലും താങ്കൾ ഈ നുണ പറയലൊന്ന് നിർത്ത്. താങ്കൾ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? നട്ടാൽ മുളയ്ക്കാത്ത നുണ. മിസ്റ്റർ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത് ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഗവൺമെന്റിന് ബൈൻഡിംഗ് അല്ല. വിശദീകരിച്ചോളൂ അഡ്വക്കേറ്റ് അരുൺകുമാർ. ഒന്നും ചെയ്തില്ല. BS അച്യുതാനന്ദൻ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് എന്താ? വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് തന്നെ. ഈ ഭൂമിയെ കുറിച്ചല്ല. ഈ കേരളത്തിലാകമാനം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ വർഷങ്ങളായി കൈവശം വയ്ക്കുന്ന വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ട അവരുടെ ആയി പോവുകയാണ്, വ്യക്തിപരമായി പോവുകയാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിൽ ഈ ഭൂമി ഉൾപ്പെട്ടു. അത് മന്ത്രിസഭ സ്വീകരിച്ചിട്ട് ഒരു നടപടി എടുത്തില്ല. സെക്ഷൻ 97 പ്രകാരം തിരിച്ചുപിടിക്കാൻ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചത്. അങ്ങനെയല്ലേ? അല്ല, അതിനുശേഷം ഗവൺമെന്റ് അംഗീകരിച്ചു. അതിനുശേഷം ഒരു നടപടികളും എടുത്തില്ല. അംഗീകരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അവിടെ അപ്പോൾ എന്താണ് ഈ പറവൂർ കോടതി ഉത്തരവ് നിങ്ങൾ കാണാതെ പോയത്? അല്ല നിക്ക്, പറവൂർ കോടതി ഉത്തരവ് എന്താ? പറവൂർ കോടതി ഉത്തരവ് അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് അവസാനം. കാരണം ഒരു വരി എഴുതി വെച്ചിരിക്കുന്നു, ടൈറ്റിൽ ഡീഡിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല, എന്നാലും വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് അവസാന വരി അവസാനിപ്പിച്ചിരിക്കുന്നത് സൂട്ടില്. പക്ഷെ ഇത് വഖഫ് വസ്തുതകൾ, അതായത് അന്യാധീനപ്പെട്ടു പോകുന്ന കേരളത്തിലെ ഭൂരിഭാഗം ഭൂമിയും ഞാൻ പറയട്ടെ മിസ്റ്റർ
ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അന്യാധീനപ്പെട്ടു പോകുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് അത് ഗവൺമെന്റ് അംഗീകരിച്ച് അവിടെ വെച്ചു. പക്ഷെ വഖഫ് ബോർഡിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് പ്രത്യേകമാണ്. അവിടെ ആ വഖഫ് ബോർഡിലെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു വേറെ 4 പേരാണ്. ആ പ്രൊസീഡിങ്സ് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് UDF അംഗീകരിച്ച് ആ UDF 2019 UDFന്റെ നേതാക്കന്മാർ വഖഫ് ബോർഡിൽ ഉത്തരവിടുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ലീഗിന്റെ പല നേതാക്കന്മാരും കഴിഞ്ഞ കുറെ നാളായിട്ട് പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല മുനമ്പത്തെ. എന്നാൽ ശ്രീ ഷാഫി ചാലിയത്തിന്റെ അഭിപ്രായം എന്താ? CPM ഇതുവരെ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഷാഫി ചാലിയമിന്റെ അഭിപ്രായം എന്താ? മുനമ്പത്തെ ഈ ഭൂമി, ഇത്രയും ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണോ? ഒന്നറിയാനുള്ള ആഗ്രഹമുണ്ട്, ഒന്ന് പറ. ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ വന്നു. ഒടുവിൽ മിണ്ടരുത് എന്ന തിട്ടൂരം ഇറക്കേണ്ടി വന്നു പ്രധാനപ്പെട്ട നേതാക്കൾക്ക്. അതും ഒരു സത്യമാണല്ലോ. അല്ല, ഇവിടെ ഇപ്പോഴും ഈ നട്ടാലും മുടക്കാത്ത കളവ് തന്നെ ആവർത്തിക്കുകയാണ് അരുൺകുമാർ. ഈ നിസാർ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറ. നട്ടാൽ പിന്നെ നമുക്ക് മുളപ്പിക്കാം. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാമോ? അല്ല അദ്ദേഹം രണ്ടും പറയും. അദ്ദേഹം രണ്ടും പറയും. അരുൺ, ഷാഫി രണ്ടും പറയും. ഞാൻ പറയട്ടെ, ഞാൻ വാ തുറന്നിട്ടുള്ളൂ. വെറുതെ വളച്ചൊടിക്കല്ലേ പ്ലീസ്, സമയമില്ല. സ്മൃതി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അച്യുതാനന്ദൻ ഗവൺമെന്റ് അത് അംഗീകരിച്ചത്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പിന്നെ 2019 റഷീദ് അലി തങ്ങൾ ഞാൻ പറഞ്ഞു തങ്ങളാണ് ഇത് എന്തായത് വഖഫാക്കി മാറ്റിയെന്ന് പറഞ്ഞു. അല്ല, അതിന്റെ നിദാനം എന്താണെന്നുള്ള എന്താ താങ്കൾ മറച്ചു വെക്കുന്നത്? ഹൈക്കോടതി ഡയറക്ഷനാണ്, കോർട്ട് ഓഫ് കണ്ടക്റ്റ് ആണ്. വഖഫ് ഭൂമി വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നില്ല എന്നാൽ പരാതി വന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് കോടതി ചോദിച്ച ഘട്ടത്തിൽ നിയമപരമായി ചെയ്യേണ്ടി വന്നതാണ്. ഇനി അവിടെ നിൽക്ക്, നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് വഖഫാണോ അതല്ല ഇത് ഗിഫ്റ്റാണോ എന്ന ചോദ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിന് 2 രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഗിഫ്റ്റ് ഭൂമിയാണെന്ന് പറയുന്ന സംഘടനകളുണ്ട്, അതുപോലെ തന്നെ വഖഫ് ആണെന്ന് പറയുന്ന സംഘടനകളുണ്ട്. രണ്ടിനെയും ഞങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മുകളിൽ തീരുമാനം എടുക്കേണ്ട ആരാണ്? തീരുമാനമെടുക്കേണ്ടത് ട്രൈബ്യൂണലാണ്. പാർട്ടിയുണ്ട് എന്ന ചോദ്യമാണ്. നിയമത്തിന്റെ സങ്കീർണതകളുണ്ട്, സമ്മതിക്കുന്നു. രേഖകളിൽ പലതരത്തിലുള്ള രേഖകളുണ്ട്. വഖഫ് ഭൂമി എന്ന രേഖയുള്ളതൊപ്പം തന്നെ അവർക്ക് വിറ്റതിന്റെ കടലാസുകളും അവരുടെ കയ്യിലുമുണ്ട്. ബെന്നിയുടെ കയ്യിലുമുണ്ട് ഒരു കടലാസ് അല്ലേ? അപ്പുറത്ത് വഖഫ് ബോർഡിന്റേത് എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് വേറെ കടലാസും അവരുടെ കയ്യിലുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതിന്റെ വ്യവഹാരം അവസാനിക്കുന്നില്ല. വ്യവഹാരത്തിന്റെ ഇതിൽ എവിടെ കിടക്കുന്നത്? നേരെ മുകളിൽ എന്ത് കിടക്കുന്നുണ്ട്? ട്രൈബ്യൂണൽ കിടക്കുന്നുണ്ട്. ട്രൈബ്യൂണൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് BJPക്കാർ പറയുന്നുണ്ട്. തെറ്റാണ്. ട്രൈബ്യൂണലിന്റെ മോഡൽ ഹൈക്കോടതി ഉണ്ട്, സിംഗിൾ ബെഞ്ച് ഉണ്ട്, റിവിഷൻ ബെഞ്ച് ഉണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതി ഉണ്ട്. ഇവർ വഖഫ് എന്ന ഭീകരത ഉണ്ടാക്കാണ്. ഒരു മിനിറ്റാണ് ബാക്കി, അതുകൊണ്ട് ഞാൻ ജോസഫിനിലേക്ക് വന്നു. ജോസഫ്, അവസാനമായി ഇനിയിപ്പോൾ അടുത്ത ആഴ്ച 29-നാണ് തോന്നുന്നു ട്രൈബ്യൂണലിലേക്ക് പോകണം അല്ലേ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അതെ, 27-ന് ട്രൈബ്യൂണൽ വേണം. 25-ാം തീയതി ട്രൈബ്യൂണലിൽ വേറെ ഇപ്പോഴൊന്നും ഒരു വിധിയൊന്നും പെട്ടെന്നുണ്ടാവുകയില്ല. ഞങ്ങള് മൂന്നാമത്തെ ആള് ഇപ്പൊ അടുത്ത ദിവസം കക്ഷി ചേർന്നിരിക്കുന്നത് ചെയ്യും. ഞങ്ങൾ പറയുന്ന അരുൺ സാറിന്റെ അടുത്ത് പറയാനായിട്ടുള്ളത് 87-ലെ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു അഫിഡാവിറ്റ് സിംഗിൾ ബെഞ്ചിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും. അതിനു വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ വരുന്ന 25-ാം തീയതി കൊച്ചിയിലെ തഹസിൽദാറിന്റെ ഓഫീസിലേക്ക് ഞങ്ങളൊരു ധർണ നടത്തി ഞങ്ങളുടെ സമരമുറകള് പുതിയ ഘട്ടത്തിലേക്ക് ആരംഭിക്കുകയാണ്. ശരി, അരുൺ വേഗം പറഞ്ഞോളൂ. ഒരു 10 സെക്കൻഡ്. അതായത് ഞാൻ ഷാഫി ചാലിയത്തോട് ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഇതുവരെ അദ്ദേഹം പറഞ്ഞില്ല. ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായം ഇത്, ഒരു ഗ്രൂപ്പിന്റെ അത്. എന്താണ് ലീഗിന്റെ അഭിപ്രായം? 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കാമെന്ന് VD സതീശൻ പറഞ്ഞു. 3 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് KPCC പറഞ്ഞില്ല. അത് അവിടെ സമരം ചെയ്യുന്നവർക്കൊപ്പമാണ് എന്നാണ്. വേറെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷാഫി ചാലിയം എങ്ങനെ വേറെ പറയും? ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. പിന്നെ വന്ന് നുണ പറയാൻ നിൽക്കരുത്, ഞങ്ങളെ വന്ന് ആക്രമിക്കാൻ നിൽക്കരുത്. ചെയ്യാവുന്നതെല്ലാം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. ഇത്തരത്തിൽ 2 നിലപാടെടുത്ത് വരരുത് ഷാഫി ചാലിയം. ഒരു ഉറച്ച തീരുമാനം എടുത്തോണ്ട് വാ, നാളെ നമുക്ക് ചർച്ച ചെയ്യാം.
നാളെ ചർച്ച ചെയ്യാം. പാർലമെന്റിൽ അല്ല, നിങ്ങളുടെ പാർലമെന്റിൽ നിലപാട് എന്താ? വഖഫ് CPM ഭേദഗതി നിലപാട് നിയമം വഖഫ് അടുത്ത ആഴ്ച പാർലമെന്റിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ CPM ന്റെ നിലപാട് അപ്പോൾ അവിടെ എന്താ? നേട്ടവുമായി നിൽക്കുന്ന ആരാണെന്ന് നിങ്ങൾ എല്ലാവരും നാമകൊള്ളാം. നിങ്ങൾ CPM പറഞ്ഞു. അല്ല, ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ, നിയമപ്രകാരം തീരുമാനിക്കട്ടെ. നിങ്ങൾ ശരി. അവിടെ വരുമ്പോൾ ഒന്നാണ്, നിങ്ങൾ ഡൽഹിയിൽ CPM ചെല്ലുമ്പോൾ ഒന്നാണ്. നിലപാട് എന്താണ്? നിങ്ങൾ ഈ ശരി, നമ്മുടെ മുനമ്പത്തെ സമയം ആളുകളുടെ പൂർണ്ണമായി കൂടെയല്ല. കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മുനമ്പത്തെ വളരെ നന്ദി ആളുകളുടെ ശ്രീ കൂടെയല്ല. ഷാഫി ചാലിയം, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ജിജി ജോസഫ് ബെന്നി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.